ഇവിടുന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ തുടങ്ങാം. വയറ്റിനൊന്നും പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ച് അങ്ങോട്ട് ഡൽഹി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. दिल्ली जो है ना दिल वालों की है, जहाँ दिल आया वही जगह बना लेते हैं. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വെൽക്കം ഫ്രം ഡൽഹി. നന്നായി ഉറങ്ങി, അതൊന്നും കുഴപ്പമില്ലായിരുന്നു. മെയിൻ മാർക്കറ്റ് ഏരിയയിലാണ് ഞാൻ താമസിച്ചത്. ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞായിരുന്നു. പക്ഷേ റൂമിൻ്റെ അകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ രാവിലെ ഇനി ഞാൻ പറഞ്ഞില്ല, ചൈനയ്ക്ക് ഒരു ബയോമെട്രിക്സ് കൊടുക്കാറുണ്ട്. അത് കൊടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ ലോക്കൽ ഐക്കോണിക് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഇവിടുന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ടെൻഷൻ. അങ്ങനെ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ രാവിലെ ഇവിടെ വലിയ കെയോട്ടിക് അല്ല. അല്ലെങ്കിൽ ഒരു 5 മണിക്ക് ശേഷമാണ് ഇവിടെ ടോട്ടൽ കെയോസ് ആവുന്നത്. പഴയ ഏരിയ എന്ന് തോന്നുന്നു ഈ ബിൽഡിങ്ങും ഈ മാർക്കറ്റൊക്കെ കണ്ടിട്ട്. എന്തായാലും എനിക്ക് 11 ആകുമ്പോഴേക്ക് എത്താനുണ്ട്. സോ ഇവിടുന്ന് ഒരു രാമകൃഷ്ണ ആശ്രമം എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അതെടുത്താൽ അവിടുന്ന് മെട്രോ കയറി നമുക്ക് പോവാം. ആക്ച്വലി ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞ കനോട്ട് പ്ലേസിൻ്റെ അടുത്ത്. പക്ഷേ ഏരിയ മാറിയപ്പോഴേക്കും ഇതും അങ്ങനെ ഭയങ്കര പോഷല്ല. ഏറ്റവും സെൻട്രൽ ഏരിയ ആണെങ്കിലും ഭയങ്കര വ്യത്യാസം അവിടുത്തെ മാർക്കറ്റ്സും ഇവിടുത്തെ മാർക്കറ്റ്സൊക്കെ ആയിട്ട്. ഇവിടെ ഇത് ഭയങ്കര ഫേമസ് ആണ്, ഈ വെങ്കേഴ്സ് എന്ന് പറഞ്ഞൊരു ബേക്കറി. അത് മസ്റ്റ് ട്രൈ ആണ്. എന്നാൽ അവിടെ നിന്ന് എന്തെങ്കിലും ലൈറ്റായി കഴിച്ചിട്ട് പോവാം, അതാണ് നല്ലത്. ഭയങ്കര ഐക്കോണിക് സ്ഥലം അത്. ഇല്ല, വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ബേക്കറിയാണ് വെങ്കേഴ്സ്. ഇവിടെ നിന്ന് ഒരു പഫ്സും എല്ലാം കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫുഡ് ബ്ലോഗ് തുടങ്ങാം. ബേക്കറി പോലെയാണ്. ചീസ് ടാർട്ട്സ് എല്ലാം മറ്റേ വെസ്റ്റേൺ ടൈപ്പ് ഡെസേർട്ട്സ്, ഇന്ത്യൻ ഡെസേർട്ട്സ് ഒന്നുമല്ല. പക്ഷേ ഇവിടെ പഫ്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ക്രീം ബണ്ണിൻ്റെ വേറൊരു സാധനം, ബീഹൈവ് ബൺ, ചീസ് കേക്ക്സ്, പേസ്ട്രീസ്, എക്ലെറ്റ്, സ്ട്രോബെറി ഡ്രിപ്പ് ചോക്ലേറ്റ്, അതും വരെ ഉണ്ട്. ഫേമസ് ആണ്. ചിക്കൻ പാറ്റി, അത് ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം ട്രൈ ചെയ്യാം. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഡെസേർട്ടും കൂടെ നോക്കാം. ഇതിന് 120 രൂപയാണ്. ബട്ട് ഹൗ ബ്യൂട്ടിഫുൾ നോ, സൺലൈറ്റിൽ ഒരു മോഡലിനെ പോലെ ഇരിക്കുന്നു. പെർഫെക്റ്റ് മേക്കപ്പും പെർഫെക്റ്റ് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുള്ളത്. ഇനി ഇത് കഴിച്ചു നോക്കട്ടെ. എന്തൊരു ഡിസ്ക്രിപ്ഷൻ അല്ലേ. ഇറ്റ് ലുക്സ് സോ ഗോർജിയസ്. ആകുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഫ്ലേക്കിയാണ്. ഇതിൻ്റെ ഗുണം എന്താ അറിയോ, ഇത് പ്ലസ് പോയിന്റ് ബട്ടറിലാണ്. സാധാരണ അറിയാലോ പഫ്സ് ഒക്കെ ഡാൽഡയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അത്രയും ചീപ്പായി വിൽക്കുന്നത്. ഇത് ഫില്ലിങ്സ് ഒക്കെ കുറവാണ്, പക്ഷെ ഭയങ്കര ഒരു കോണ്ടിനെൻ്റൽ ടൈപ്പ് ഫില്ലിങ്സ്. ഒരുപാട് സവാള മാത്രമൊന്നും ഇട്ടല്ല. ചിക്കൻ്റെ ഭയങ്കര ഫ്ലേവർ ഒന്നുമില്ല, പക്ഷേ ആ പഫ്സിൻ്റെ ക്വാളിറ്റി സോ ഫ്ലേക്ക്, ഓൾമോസ്റ്റ് ഒരു കീഷ് പോലെയാണ്. അടിപൊളി. ശരിയൊക്കെ അടിപൊളി കേട്ടോ. ഭയങ്കര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ലുക്കാണ്. പഴയയാണെങ്കിലും ഒരു പഴയ ബ്യൂട്ടിഫുൾ ലുക്കാണ്. പക്ഷേ ഇവിടെ യൂണിക്ലോ ഉണ്ട്. ഞാൻ യൂണിക്ലോയുടെ ഷോറൂം ഇന്ത്യയിലുണ്ടെന്ന് അറിയില്ല, ഓൺലൈൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ യൂണിക്ലോൻ്റെ ഷോറൂം വരെ ഉണ്ട് കനോട്ട് പ്ലേസിൽ. കംപ്ലീറ്റ് ഇവിടെ മറ്റേ ഈ കാശ്മീരിൻ്റെ എക്സിബിഷനും എംപോറിയോംസും ഹാൻഡിക്രാഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പക്ഷേ ഭയങ്കര വലിയ ഫുട്പാത്ത് ആൻഡ് ഫുൾ ട്രീസ് വെച്ച് ലൈനപ്പ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പോഷ് ഏരിയ ആണല്ലോ. ഇവിടെ പോർഷയുടെ ഷോറൂമും ഉണ്ട്. ആ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ ഏരിയ ഉണ്ടല്ലോ, ഇമ്മൻസ് ആണ് ഡൽഹിയിൽ കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ഏരിയ എന്തൊരു പോഷാന്ന് നോക്ക്. ആൻഡ് എക്സ്ട്രീംലി ക്ലീൻ. ആ കൂടെ 2 പ്രശ്നമുള്ളൂ. ഒന്ന് മറ്റേ ഗുഡ്ക എല്ലായിടത്തും ഇതുപോലെ തുപ്പി വെച്ചിട്ടുണ്ട് ബോധമില്ലാത്തവർ. പിന്നെ മൂത്രത്തിൻ്റെ മണം ഈ അണ്ടർഗ്രൗണ്ടോ റോഡ് ക്രോസിങ്ങിൻ്റെ അവിടെ എങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അതും കാണും. പക്ഷെ ക്ലെൻനെസ് അവർ മാക്സിമം ചെയ്ത് വെക്കാൻ നോക്കുന്നുണ്ട് ഗവൺമെൻറ്. മെട്രോ സ്റ്റേഷൻ്റെ അകത്താണ് ചൈനീസ് വിസ സെൻറ്റർ. കൊള്ളാലോ അത്. അപ്പോൾ നേരെ എന്തൊരു കൺവീനിയൻ്റ്. ഭയങ്കര പ്ലാനിങ് ആട്ടോ ചൈനയുടെ. വെയിറ്റ് ചെയ്യാനായിട്ട് പ്രീമിയം ലോഞ്ചൊക്കെയാണ്. എന്താ അല്ലേ, ചൈനയുടെ ഹോസ്പിറ്റാലിറ്റി ഇവിടുത്തെ കാണിച്ചു തുടങ്ങുന്നത്. നമുക്ക് ബ്യൂട്ടിഫുൾ ഇതുപോലത്തെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കോഫിയും മോക്കയും ലാറ്റയും എല്ലാം ആശ വരെ ഉണ്ട്. നീഹ എന്ന് പറഞ്ഞൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫിംഗർ പ്രിൻ്റ് കൊടുത്തു. വേറൊരു മലയാളി ഞാൻ കൂടെ കണ്ടു കേട്ടോ. പുള്ളി ബ്രോഡ്വേയിലുള്ളൊരു ഇതാണ്, ജ്വല്ലറി ഡീലറാണ്. അപ്പോൾ ഇവിടെ പക്ഷേ പ്രശ്നം, ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് 10th
ഇത് 13-ാം തീയതി അടയ്ക്കും. അപ്പോൾ എനിക്ക് പാസ്പോർട്ട് ഞാൻ ഇവിടുന്ന് കളക്ട് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, എനിക്ക് 19th ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു മിക്കവാറും അത് 25-ാം തീയതിക്ക് കിട്ടുള്ളൂ എന്ന്. സോ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഭയങ്കര ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ മുടങ്ങിയിരിക്കുന്നതിൻ്റെ ഒരു വിഷമത്തിലാണ്. പക്ഷേ ഹോപ്പ്ഫുള്ളി ഐ ഗെറ്റ് 1 year മൾട്ടിപ്പിൾ എൻട്രി. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറേ ചൈനയുടെ ഒരു സോളോ ട്രിപ്പ് അടിക്കുന്നുണ്ട്. അറിയാം ആൾക്കാർക്ക് ട്രാവൽ വ്ളോഗ്സിനെ കാട്ടി ഹൗസ് വ്ളോഗ്സ് ആണ്, പക്ഷേ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും യൂണീക്നെസ് കൊണ്ടുവരാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് വളരെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ചൈനയിലേക്ക് പോയി വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. വിസ കിട്ടിയാൽ അല്ല, ഒരു മാസം ജപ്പാനിൽ ഞാൻ പോയില്ല, അതുപോലെ വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള വില്ലേജസും ഗ്രാമങ്ങളും ലോക്കൽ ഫുഡും എല്ലാ രീതി ഹിസ്റ്ററിയും കാണാത്ത കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ ചൈന വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് ഈ ചാന്ദി ചോക്കിലേക്കാണ് പോകുന്നത്. അവിടെയാണല്ലോ കുറേ ഐക്കോണിക് സ്ഥലങ്ങൾ. ഇത് കണ്ട മെട്രോയിൽ എനിക്ക് യെല്ലോ ലൈനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ യെല്ലോ കാൽപാദങ്ങൾ ഫോളോ ചെയ്താൽ മതി, നേരെ യെല്ലോ ലൈനിലേക്ക് എത്തുന്നത്. അടിപൊളിയായിട്ടാ ഇങ്ങനത്തെ കാര്യങ്ങൾ. ഒരു നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ എസ്പെഷ്യലി മെട്രോ ഒരു സംഭവം ഡൽഹിയിൽ. നമ്മൾ കംപ്ലീറ്റ് ലോക്കൽ ഏരിയയിലേക്കും പോകുന്നു കേട്ടോ. കംപ്ലീറ്റ് കെയോസ് ആയിരിക്കും, ബഹളമായിരിക്കും. ഞാൻ പറഞ്ഞ വേറെ ഡൽഹിയിൽ തന്നെ എപ്പോഴും 2 ലോകമുണ്ട്. അടുത്ത മറ്റേ പാരലൽ വേൾഡിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഈ മെട്രോ സ്റ്റേഷൻ ഞാൻ ഇപ്പോൾ ഇതേതാ ചാന്ദി ചോക്കിലേക്ക് പോകാനുള്ള ഏതോ മെട്രോ സ്റ്റേഷനാണ്. നമ്മുടെ നാട്ടിലത്തെ ബാത്റൂമിനെ കാട്ടി മൂത്രനാറ്റം ഇവിടെ അത്രയും ഹോറബിളാണ്. അതേ പറഞ്ഞത് നമ്മുടെ നാട് ശരിക്കും സ്വർഗമാണ്. മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് വരാൻ ടോയ്ലറ്റ് അല്ല കേട്ടോ, പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഓക്കെ, സോ ചാന്ദി ചോക്കിലേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ഇവിടെ തന്നെ പറഞ്ഞിട്ട് പോകും, വെളിയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ ഈ ചാന്ദി ചോക്ക് എന്ന് പറഞ്ഞാൽ, ചാന്ദിനി എന്ന് പറഞ്ഞാൽ മൂൺ, ചോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ്. നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഷാജഹാൻ ഇല്ലേ, ഷാജഹാൻ 1650s എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു മാർക്കറ്റാണ് അത്. ഇത് സപ്പോസ് ബി സോ ബ്യൂട്ടിഫുൾ. അന്നത്തെ കാലത്ത് വെള്ളം അവിടെ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു കനാൽ പോലെ ഉണ്ടായിരുന്നു, അതിൽ റെഡ് ഫോർട്ടിന്റെ റിഫ്ലക്ഷൻ വരുമായിരുന്നു. സോ അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ മാർക്കറ്റ് ആയിരുന്നു. ഇപ്പൊ അത് ഡൽഹിയിലെ ഓബ്വിയസ്ലി വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മാത്രമല്ല വൺ ഓഫ് ദ ക്രേസിയസ്റ്റ് ആൻഡ് ബിസിയസ്റ്റ് മാർക്കറ്റാണ്. പക്ഷേ ഈ ചാന്ദി ചോക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് അല്ല, കുറേ മാർക്കറ്റ്സ് ഉണ്ട് അവിടെ. മറ്റേ ഡ്രസ്സുകൾ, വളകൾ, പല സാധനങ്ങളും വിൽക്കുന്ന പല മാർക്കറ്റ്സും കൂടെ കണക്റ്റഡ് ആണ് ഇപ്പോൾ ഉള്ള ചാന്ദി ചോക്ക്. പക്ഷേ ചാന്ദി ചോക്കിൻ്റെ അകത്ത് ആൾക്കാർ ഡ്രസ്സസും അതും മാത്രമല്ലാതെ ഫുഡ് കഴിക്കാനും പോകുന്നുണ്ട്. കാരണം കുറേ ഐക്കോണിക് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചാന്ദി ചോക്കിൻ്റെ ഫുഡ് എക്സ്പ്ലോറേഷനിലായിരിക്കും ഇന്നത്തെ വ്ളോഗ് വരുന്നത്. എസ്കലേറ്റർ വരെ ഓവർലോഡായിട്ട് നിന്നുപോയി തിരക്ക് കാരണം. കണ്ട, എസ്കലേറ്റർ വരെ നിന്നുപോയി. അതിനെക്കാട്ടി വേറെ സാധാരണ സ്റ്റെപ്സ് എടുക്കുന്നത് ജസ്റ്റ് പ്യുവർ മാഡ്നെസ് ആണ് ഗൈസ്, പ്യുവർ മാഡ്നെസ്. ചാന്ദി ചോക്കിന്റെ മെട്രോയിൽ ഇറങ്ങി വരുമ്പോൾ തന്നെ കംപ്ലീറ്റ് പോയിന്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് എല്ലാം ഇവിടെയാണ്. സോ പല മാർക്കറ്റ്സ്, റെഡ് ഫോർട്ട്, ജമാ മസ്ജിദ്, എല്ലാത്തിൻ്റെയും ഡയറക്ഷൻസ് ഇവിടെ കാണിക്കും. നമുക്ക് പറാട്ടെ വാലെ ഗലി അങ്ങോട്ടാണ് പോകേണ്ടത്. സ്റ്റാർട്ടിങ് അവിടെയാണ്. നിങ്ങൾ ഇത്തവണത്തെ ഡൽഹിയിലെ ഗ്ലാമറസും ഹൈ എൻഡ് സ്ഥലങ്ങളൊക്കെ കാണാനാണെങ്കിൽ ഈ ഒരു സീരീസ് കാണണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ മാക്സിമം റോ ആൻഡ് എന്താ പറയുന്നത് ഒരു ലോക്കൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ കാണിക്കാൻ നോക്കുന്നത്. പ്രിയം വേദമൊക്കെ ഉള്ളപ്പോൾ ഒബ്വിയസ്ലി ഐ വിൽ നോട്ട് ഷോ ഓൾ ദിസ്. അന്ന് അപ്പോൾ പൊക്ക ഒരു ഫാമിലി ലക്ഷറി നമ്മളെ കൊണ്ട് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലക്ഷറി ട്രിപ്പ് ആയിരിക്കും. പക്ഷെ ഇത്തവണ കംപ്ലീറ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ റോ ആൻഡ് എന്താ പറയുന്നത് അൺഫിൽറ്റേർഡ് ഡൽഹി ആയിരിക്കും. മനസ്സിലാത്തത് നമ്മൾ റോട്ടിലും ഗ്രൗണ്ടിലൊക്കെ പിന്നെ ഓക്കെ, ഇങ്ങനെ അത്യാവശ്യം ക്ലീനായൊക്കെ കിടക്കുന്ന സ്ഥലത്ത് എല്ലാവരും തുപ്പുവാന്നേ. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവർ ഇങ്ങനെയെന്ന്. നമ്മളൊരു വൃത്തിയുള്ള സ്ഥലത്ത് ഒരിക്കലും തുപ്പില്ലല്ലോ. അറ്റ്ലീസ്റ്റ് അതാണല്ലോ ഒരു സൈക്കോളജി. ഇവിടെ അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. ഇവിടെ നിന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ തുടങ്ങാം. വൈകിട്ടൊന്നും പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ച് അങ്ങോട്ട് ഡൽഹി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. കയറി വരുന്നത് തന്നെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇത് അറിയില്ലെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് തുണികളും അതുപോലെ ഒരു സൈഡിൽ ബാഗ്സും, അതിൻ്റെ ഇടയ്ക്ക് കോൺ വിൽക്കുന്നുണ്ട്, ചെരുപ്പുകൾ. ഇത് നമ്മുടെ ഒരു ചെറിയൊരു ചാട്ടു ചോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റുണ്ട് തായ്ലൻഡ്. അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു കെയോട്ടിക് വേർഷനാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഇതിൻ്റെ അകത്തേക്കൊന്നും കയറുന്നില്ലേ, നമുക്ക് പറാട്ടെ വാലി ഗലി തപ്പിച്ചുകൊണ്ട് തന്നെ പോവാം. ഒക്കെ പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗലിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് നോക്ക്, ഇതൊക്കെ കളർ പോയതല്ല കേട്ടോ, തുപ്പലാണ്. തുപ്പ എന്ന് പറഞ്ഞാൽ ഗുഡ്കയാണ്. മാർക്കറ്റ് പക്ഷേ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. ഒരു എന്താ പറയുക ഫീസ്റ്റ് ഫോർ ദ ഐസ് തന്നെയാണ്. അത് നമുക്കൊന്നും നിഷേധിക്കാൻ പറ്റില്ല. ജസ്റ്റ് ടൂ കളർഫുൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ. മെയിൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള തിരക്ക് കണ്ട കംപ്ലീറ്റ് ഇതുപോലെ സൈക്കിൾ റിക്ഷാസ് ആണ് ഡൽഹിയിൽ. മെയിൻ റോഡാണ്. വേറെ കാറും ബൈക്കൊന്നും കാറും വലിയ ബസ്സുകളൊന്നും ഇവിടെ വരില്ല. ഇങ്ങനത്തെ സൈക്കിൾ റിക്ഷാസ് ആണ് കംപ്ലീറ്റ്. ഇതാണ് പറാട്ടെ വാലെ ഗലിയിലേക്കുള്ള എൻട്രൻസ്.
ഇവിടെ നമുക്കൊരു തിരക്കുള്ള സ്ഥലം നോക്കി ചെയ്യാം. ഇത് പല രീതിയിലുള്ള പൊറാട്ടാസ് ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമാണ്. സോ ഇവിടെ നമുക്ക് ഏത് ഷോപ്പാന്ന് നോക്കാം. ആണോ തിരക്കുള്ളത്? ഫുള്ളി AC സീറ്റിംഗ് ഏരിയ ഇവിടെ. ചോലെ ഭട്ടൂരെ, റബ്രി ലസ്സി. ഓഫ്, നോക്കട്ടെ എന്തായാലും ഗലി എവിടെയും നോക്കട്ടെ. നമ്മുടെ പൊറോട്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് കടകളുണ്ട്, അവിടെ പോയി ഒന്ന് കഴിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ വന്ന ടൈം ഇവിടെ അറ്റ്ലാസ് ഹൈ എൻഡ് ആൾക്കാരൊക്കെ വരുന്നുണ്ടോ, ബാഗൊക്കെ ഉണ്ടോ, ഒറിജിനൽ കോച്ച് ബാഗൊക്കെ വെച്ച് വരുന്നുണ്ട്. എല്ലാ ടൈപ്പ് ആൾക്കാരും വരും. ഇൻഫാക്ട് ഈ NRIs ഒക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്, അവരുടെ ഒരു നോസ്റ്റാലജിക്ക് വേണ്ടി. തിരക്കുള്ള സ്ഥലം നോക്കി കഴിക്കാം, അതാണ് നല്ലത്. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അത്യാവശ്യം തിരക്കുണ്ട്, ഇരിക്കാനും സ്ഥലമുണ്ട്. പക്ഷെ ഫുള്ളാ, എല്ലാവരും ഇരുന്ന് കഴിക്കുന്നതുണ്ടോ. ഇതൊക്കെ ഗ്രൂപ്പായിട്ട് വരണം, എന്നാലേ ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പല പൊട്ടേറ്റോ, ആലു അതൊക്കെ നമുക്ക് അറിയാം. പക്ഷെ അതല്ലാതെ മറ്റേ ചീസ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ടിന്റെ പൊറോട്ടയുണ്ട്, കാഷ്യൂന്റെ ഉണ്ട്, റേസിൻസ്, ബനാന, പല ടൈപ്പിലുള്ള പൊറോട്ടാസ് ഉണ്ട്. ഇത് നമ്മുടെ ഒരു പാപ്പടിന് വരെ പൊറോട്ടയുണ്ട്, അറിയോ. ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും നടക്കുന്ന കാര്യമൊന്നും ആയിരിക്കില്ല. ഗ്രൂപ്പായിട്ട് തന്നെ എവിടെയെങ്കിലും ഇരുന്ന് കിട്ടുന്ന ടേബിളിൽ ഇരുന്ന് കഴിക്കുക. അതുകൊണ്ട് വ്ളോഗിനൊക്കെ കുറച്ച് പാടായിരിക്കും. ഫുൾ ആൾക്കാരല്ല, എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ പൊറോട്ട പോലെ തന്നെ ഹൈപ്ഡപ്പ് ആണ് ഇവരുടെ ഈ കറികൾ. ഇത് ആക്ച്വലി ഇതെല്ലാം സൈഡ് ഡിഷാണ്, പൊറോട്ടയുടെ കൂടെ വരുന്ന ഒരു സംഭവമാണ്. ഞാൻ പനീർ പൊറോട്ടയാണ് പറഞ്ഞിരിക്കുന്നത്. തൊടാൻ പോലും പറഞ്ഞില്ല, അത്രയും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് കംപ്ലീറ്റ് പനീർ. ഇത് നമ്മുടെ ഒരു എലിശ്ശേരിയോ എന്താ തന്നെ, എലിശ്ശേരി തന്നെ സദ്യയൊക്കെ കിട്ടുന്ന പയർ വെച്ചുള്ള ഒരു സംഭവത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റ്. സ്വീറ്റ് ടാമ്പറിൻ ചട്നി. ഇത് നമ്മുടെ ആലു ആൻഡ് പീസ്, മിന്റ് കൊറിയാൻഡർ. ഇതൊരു പൊട്ടാറ്റോ ബേസ്ഡ് കറി. എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ്, അപാര ടേസ്റ്റ് കേട്ടോ. ഞാൻ വെജ് ഫുഡ് ഫാൻ അല്ലാന്ന് എല്ലാവർക്കും അറിയാം, നമ്മുടെ വ്ളോഗ്സ് കാണുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഒരു ബട്ടൂറ പോലത്തെ ബാറ്ററും ആ സമയത്ത് അതിനും കാട്ടി കട്ട് ചെയ്യും. ആൻഡ് നല്ല ഫ്രഷ് പനീറൊക്കെ വെച്ച് സ്റ്റീമിങ് ഹോട്ട്. എന്ത് ഭംഗിയാന്ന് നോക്ക് കാണാനായിട്ട്. നല്ല ഡീപ്പ് ഫ്രൈഡ് ഡോ ആണ്. ഇത്രയായിട്ട് കഴിക്കാം. ഒരു കറിയും വേണ്ട ശരിക്കും, അത്രയും ടേസ്റ്റ്. എടുത്തിട്ട് ഈ സ്വീറ്റ് ടാമറിൻഡിൽ മുക്കിയിട്ടേ, ഇതൊരു സംഭവം തന്നെ കേട്ടോ, ഭയങ്കര ഡെലിഷ്യസ് ആണ്. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ സ്വീറ്റ് എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഇത് രണ്ടാളും കഴിക്കുമ്പോൾ തന്നെ ഫുള്ളാവും. ഇനി എന്തോരം സാധനങ്ങളെ കഴിക്കാനുള്ളത്. സംഭവം അടിപൊളി. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഇത് നമുക്ക് ഭയങ്കര ടേസ്റ്റ്, എക്സ്ട്രാ ടേസ്റ്റ് തോന്നിക്കുന്നത്. സാധനം ടേസ്റ്റിയാണ്, പക്ഷെ എക്സ്ട്രാ ടേസ്റ്റ് തോന്നിക്കണമെങ്കിൽ ഇവിടെ ഇപ്പോൾ അടുത്തെൻ്റെ 2 NRIs ആയിരുന്നു, ലേഡീസാണ്. നോസ്റ്റാൾജിയ വേണം. അവർ പണ്ട് വന്ന് കഴിക്കാം സ്ഥലങ്ങളിൽ വീണ്ടും ആ സെയിം ക്വാളിറ്റിയിൽ ഇപ്പോൾ വന്ന് കഴിക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയല്ലേ? നോസ്റ്റാൾജിയ മേക്സ് ദ ഫുഡ് എക്സ്ട്രാ ഡെലിഷ്യസ്. ഇത് കഴിച്ചണം തീരുന്നില്ല. എന്താണെന്നറിയില്ല, ഇപ്പം ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ 2 മണിക്കൂർ വെയിറ്റിംഗ് ടൈം എന്ന്. ഇനി ആൾക്കാർ പോലും വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടോ അറിയില്ല. എന്തായാലും ഭാഗ്യം, നമുക്ക് കഴിക്കാൻ പറ്റി. ഇനി അടുത്ത ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇവിടെ ഞാൻ കണ്ട ഫസ്റ്റ് ചാന്ദി ചോക്ലേറ്റ് ഫുഡ് സ്പോട്ട് നോക്കുമ്പോൾ ജിലേബി വാല, നല്ല പ്ലം ക്രിസ്പി ജിലേബി. അത് കഴിക്കാനാണ്. തപ്പട്ടെ, സ്ഥലങ്ങൾ തപ്പട്ടെ. തിരക്കും ഈ ഒരു റഷും എല്ലാം ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇവിടുത്തെ ആക്ച്വലി എൻ്റെ ഗൾഫിൽ ഞാൻ പഠിക്കുമ്പോൾ ഇവിടെ 2 കടയുള്ള 2 ഷോപ്സ് ഉണ്ട്. ഒരു ഡൽഹിക്കാരുണ്ടായിരുന്നു, അവൻ വാസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ഞങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ആ ടൈമിൽ. സോ ഇവിടുത്തെ ഷോപ്പ് കീപ്പേഴ്സ് ഇങ്ങനത്തെ ഷോപ്പാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ദേ ആർ എക്സ്ട്രീംലി റിച്ച്. ഭയങ്കര അത്രയും കച്ചവടമുള്ള ഒരു സ്ഥലം കൂടെയാണ് ഈ ചാന്ദി ചോക്ക് എന്നൊക്കെ പറയുന്നത്. ഉള്ളിലേക്കൊക്കെ പോകുമ്പോഴേക്കും എത്ര എക്സ്പ്ലോർ ചെയ്താലും കഴിയാത്ത അത്രയധികം ഷോപ്സ് ഉണ്ട്. ഐക്കോണിക് ഒരു ചെറിയ കട തുടങ്ങി ഇപ്പോൾ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് സ്നാക്സ് സെല്ലേഴ്സായ ഹൽദിറാമിൻ്റെ ഒരു മെയിൻ സ്റ്റോർ ഇവിടെ ഉണ്ട്. പക്ഷെ അവിടെ വേണമെങ്കിൽ ഗുലാബ് ജാമുൻ വല്ലതും പ്രിയയ്ക്ക് നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോവാം. നമുക്ക് ഇത് നാട്ടിലിങ്ങനെ സ്നാക്സ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഇത് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഗുരുദ്വാരയുടെ അടുത്താണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും പഴയ ജിലേബി സ്റ്റോർ. അതുപോലെ ഒരു വലിയ ഗുരുദ്വാരയുണ്ട്, നമുക്ക് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഗുരുദ്വാരയുണ്ട്, എന്തൊരു ഐക്കോണിക്, അത് ഭയങ്കര വലിയ ഒരു ഗുരുദ്വാരയാണ്. ഇതിൻ്റെ അടുത്താണ് ആ ജിലേബി കട. ഇതാണ് എനിക്ക് ലാൻഡ്മാർക്ക് പറഞ്ഞു തന്നത്. ഇതാണ് ഐക്കോണിക് ജിലേബി വാല. ഇതും ഏകദേശം ഒരു 10-60-70 വർഷം മുമ്പേ തുടങ്ങിയ ഒരു ജിലേബി. ഇവർ തന്നെയാണ് കേട്ടോ എൻ്റെ കൂടെ പൊറോട്ട കടയിലിരുന്നത്. അവർ ഈ ട്രാക്ക് തന്നെ പിടിച്ചോണ്ടിരിക്കുന്നത്, ഈ 2 ലേഡീസ്. സോ ജിലേബി വാല നോക്കട്ടെ. ഫ്രഷായിട്ട് ഇതേ സമൂസയും ഫ്രൈ ചെയ്തിടുന്നുണ്ട്. പക്ഷെ സമൂസ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒരെണ്ണം കഴിക്കാമല്ലോ. ഒരു സമൂസ, ഒരു ജിലേബി. ജിലേബിയുടെ സൈസ് നോക്ക്, ഇത്രയും പ്ലം ആയിട്ടുള്ളൊരു ജിലേബിനെ ഇതുവരെ കണ്ടിട്ടില്ല. തടിയൻ, ലിറ്ററലി തടിയൻ ജിലേബി.
ഈ ജിലേബിനെ ഇൻസൾട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ വിളിച്ചാൽ മതി. എടാ തടിയാന്ന് വിളിച്ചാൽ മതി. ഈ സൈസ് നോക്ക്. ഇത് നോക്ക്, എന്തൊരു സൈസാണ്. എനിക്ക് സമൂസ ഒന്നും അവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല, തിരക്കറിയാം. തൽക്കാലത്തേക്ക് ജിലേബിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും ടഫസ്റ്റ്, ഞാൻ ചെയ്തിരിക്കുന്നത് വൺ ഓഫ് ദ ടഫസ്റ്റ് വ്ളോഗ്സ് മാത്രമല്ല, ഫുഡ് വ്ളോഗ് മാത്രമല്ല, ടഫസ്റ്റ് വ്ളോഗ്സ് ചൈനയിൽ -30 ഞാൻ ഒരു മോർണിംഗ് മാർക്കറ്റിൽ ഞാനും ജെഫ്രിനും പോയപ്പോൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടെ അടിയിൽ കൊടുക്കാം. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൈ ഊരിയാൽ കൈ ഫ്രീസ് ആവും, അങ്ങനത്തെ കഴിക്കേണ്ട സ്ഥലമാണ് ഇത്. അതിനും കാട്ടി കയോട്ടിക്കാണ്. കാരണം പിടിച്ചു തരാനും ആരും ഇല്ലല്ലോ, ക്യാമറ പിടിക്കാനും ആരുമില്ല, ഫുഡ് പിടിക്കാനും ആരുമില്ല, ഷെയർ ചെയ്യാനും ആരുമില്ല, ഒരുപാട് കഴിക്കുകയും ചെയ്യണം. എന്തായാലും നോക്കട്ടെ. ഇത്രയും തടീനായതുകൊണ്ട് ഭയങ്കര ക്രിസ്പല്ല, പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സൈസിന് നല്ല ക്രിസ്പാണ്. നോക്കട്ടെ, ഭയങ്കര തിരക്ക്. ഓ മൈ ഗോഡ്, മൈ ഗോഡ്. ഒരു റബ്ബറി വെച്ച് തരും, പക്ഷേ എനിക്ക് റബ്ബറി ഒന്നും വേണ്ട. റബ്ബി ഇത് കടിക്കുമ്പോൾ നമ്മൾ ചില ആൾക്കാർ ഈ കടുന്നല് കുട്ടിയെ മുഖം വെക്കുന്നതൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി കരയും. അത്രയും ഇങ്ങനെ നിറഞ്ഞിരിക്കുമായിരിക്കും. അതാണ് ഈ ജിലേബി. നമ്മൾ ഒന്ന് കടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ലിറ്ററലി എക്സ്പ്ലോഡ്സ്. ഓ നോക്ക്, അൺബിലീവബിളി ജ്യൂസി. ചെറിയ ഒരു ബിറ്റർനെസ്, ഇറ്റ്സ് ക്രിസ്പി ഓൾസോ. ഓ മൈ ഗോഡ്. ഈ ഒറ്റ ഒരു സാധനം മതി ഡൽഹി സാറ്റിസ്ഫൈഡ് ആവാനായിട്ട്. ഇനി ഡിസ്ക്രൈബ് ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കും ഞാൻ ജിലേബി കഴിക്കുന്നത്. നിങ്ങൾക്കുള്ള പണിഷ്മെൻറ്റാണ്. എല്ലാവരും പോയി മധുരം കഴിക്കും. ഈ ഫുൾ ജിലേബി ഞാൻ കഴിച്ച് കഴിയുന്നവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഓ മൈ ഗോഡ്, ഭയങ്കരമായിരുന്നു കഴി. ഒട്ടും ഓവർ എക്സലറേഷൻ അല്ല. മറ്റേ പറാട്ടയൊക്കെ ഓക്കെ. ദിസ് ജിലേബി വാസ് മൈൻഡ് ബ്ലോയിങ്. ഒരിക്കലും മറക്കാത്തൊരു ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇനി അടുത്ത എന്താ, ദൈബൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ട്രൈ ചെയ്യണ്ടേ. നേരെ മാർക്കറ്റിൻ്റെ അകത്തേക്ക് പോവാം. ഈ ജിലേബി അവർ പറയുന്നേ 1 മാസം നിൽക്കും. അങ്ങനെയാകുമ്പോൾ എന്തായാലും 1 കിലോ വാങ്ങിക്കൊണ്ട് പോയി നോക്കാം. 1 കിലോയ്ക്ക് 700 രൂപയാണ്. ഇവർ ആക്ച്വലി ഒരു നല്ല കഥയുണ്ട്. ഈ ജിലേബിക്കാരനുണ്ടല്ലോ, ഈ 1856 അങ്ങോട്ട് തുടങ്ങിയ 2 രൂപ വെച്ച് തുടങ്ങി. ആ 2 രൂപ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയോ, ഡൗറി ആയിട്ട് അന്ന് തുടങ്ങിയാണ്. ഇന്ന് 4th ജനറേഷനാണ്. ഇവർ പറയുന്നത് ദേശി ഗീയിൽ, എണ്ണയിലല്ല വറക്കുന്നത്, നെയ്യിലാണ് വറക്കുന്നത്. ആൻഡ് എന്തോ സ്പെഷ്യൽ ടൈപ്പ് ഷുഗറും. റെസിപ്പി ഇപ്പോഴും സീക്രട്ടാണ്. സോ അങ്ങനെ നടക്കുന്ന ഒരു ഷോപ്പാണ്. എനിക്ക് നിന്നെക്കാട്ടി ക്രിസ്പിയും ജിലേബിയൊക്കെ ബാക്കിയുള്ള സ്ഥലത്തുണ്ടെങ്കിലും ഇത്രയും പ്ലമ്മും ഇത്രയും എന്താ പറയുക മധുരം ബാലൻസ്ഡ് ആയിട്ടൊക്കെ ഉള്ള ഒരു ജിലേബി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ പിന്നെ അധികം ഒരു ജിലേബി ഫാൻ അല്ലാത്തതുകൊണ്ട് ഐ മൈ നോട്ട് ബി ദ ബെസ്റ്റ് ജഡ്ജ്, പക്ഷേ ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. ഇനി റബ്ബി ലസ്സി, അത് ഇവിടുത്തെ വളരെ ഒരു പോപ്പുലറാണ്. അതിവിടെ അടുത്തെവിടെ കിട്ടും. അതും കൂടെ ഒന്ന് പോയി കുടിക്കട്ടെ. അതിന് കരീംസിൽ എന്തായാലും പോകണ്ടേ നിഹാരി കഴിക്കാൻ. ലസ്സിയുടെ ഷോപ്പേ, പക്ഷേ ഇതങ്ങനെ ഐക്കോണിക് സ്ഥലങ്ങളൊന്നുമല്ല. പക്ഷേ നമുക്ക് ആ റബ്ഡി ലസ്സി എന്താണെന്ന് നോക്കട്ടെ. റബ്ഡി എന്ന് ബേസിക്കലി പറഞ്ഞാൽ മിൽക്ക് ഇങ്ങനെ ബോയിൽ ചെയ്ത് തിക്കാക്കുന്ന ഒരു സെറ്റപ്പാണ്. അതും ലസ്സിയും കൂടെ മിക്സ് ആയിട്ടുള്ളത്. ഒരു സാധനം ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. ഒരു സൈസേ ഉള്ളൂ കേട്ടോ. ഇതിൽ അവർ മുകളിലേക്കൊന്ന് മറ്റേ സിറപ്പ്, റൂഫ്സ സിറപ്പ് ഒഴിക്കുന്നുണ്ട്. ഭയങ്കര കട്ടിയാണ്. മൺചട്ടിയിലൊക്കെയാണ് സെർവ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് തിങ് തന്നെ എന്തൊരു കട്ടിയാന്ന് നോക്ക്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയാന്ന്. ഓക്കെ, ചിയേഴ്സ് ഗൈസ്. ഇത് ആക്ച്വലി ഒരു ഫുൾ ലസ്സിയുടെ ഫ്ലേവറൊന്നും കിട്ടുന്നില്ല. തൈരിൻ്റെ ഫ്ലേവർ ഇതൊന്ന് ഹാഫ് തൈര് ഹാഫ് റബ്ഡിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലസ്സിയിൽ പഞ്ചസാര ഇട്ട് കുടിക്കുന്നതിനെയും കാട്ടി ബെറ്റർ എനിക്കൊന്നും ഇതാന്ന് തോന്നുന്നു. കുറച്ച് ബദാമും കൂടെ ഇട്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. സംഭവം നല്ല കേട്ടോ. ഹെവിയാണ്. നല്ല തണുപ്പും ഉണ്ട് ഇതിന്. എത്ര കാലത്തെ ഒരു ആഗ്രഹം എന്നറിയാം ഡൽഹി വന്ന് ഇതുപോലത്തെ ഒരു വളരെ ഇങ്ങനത്തെ സ്ഥലത്ത് പോയി കഴിച്ചുള്ള ഫുഡ് ബ്ലോഗ് ചെയ്യണമെന്ന്. അതെന്തായാലും നടന്നു. വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
ഒരു ചെറിയ ബ്രേക്ക് വേണം, അല്ലെങ്കിൽ എൻ്റെ വയറിപ്പോൾ പൊട്ടും. ഇവിടെ ഏഷ്യയിലെ തന്നെ ബിഗസ്റ്റ് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ഒക്കെ ചാന്ദി ചോക്കിൻ്റെ അകത്താണ്. പക്ഷേ ഇവിടെ ഒരു സ്പൈസ് മാർക്കറ്റ് ഉണ്ട്, അതും ഇതുപോലെ ഏഷ്യയിലെ ബിഗസ്റ്റ് സ്പൈസ് മാർക്കറ്റാണെന്ന് പറയുന്നത്. നമുക്ക് ആ സ്പൈസ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാം. നമ്മളൊന്ന് ഫുഡ് റിലേറ്റഡ് ആയതുകൊണ്ട് വെറുതെ ഡ്രസ്സും മറ്റൊന്നും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. സോ സൈക്കിൾ റിക്ഷയിലും കൂടെ പോവാം, അതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഇതുപോലെ സൈക്കിൾ റിക്ഷ ബാർഗൈനൊക്കെ ചെയ്യാം, പക്ഷേ പിന്നെ ഇവർ ഇലക്ട്രിക് പോലും അല്ല. അപ്പോൾ ഞാൻ 100 രൂപ എന്നോട് വെച്ചു 1 കിലോമീറ്റർ പോകാനായിട്ട്. എന്തായാലും ഇതൊക്കെയല്ലേ ഒരു ഡൽഹി എക്സ്പീരിയൻസ്. എനിക്കിപ്പോഴും ലൈക്ക് ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് ഇങ്ങനത്തെ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോഴും ഈ ഒരു 2026 മേജറായിട്ട് ഡൽഹിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഉണ്ടെന്ന്. ബാക്കിയെല്ലാം ഇലക്ട്രിക് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ. ലുക്ക് അറ്റ് ദ റഷ്, മൈ ഗോഡ്. സ്പൈസ് മാർക്കറ്റ് എത്തിയ സ്പൈസസ് നമ്മൾ അടിച്ച് കയറുവാണ്. മക്കന, ഡ്രൈ ഫ്രൂട്ട്, ഫിഗ്സ് എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. ഫിഗ്സ് വേറൊരു അഡ്വാൻറ്റേജ് ഈ മാർക്കറ്റിന്, കുറച്ച് അത്യാവശ്യം നല്ല മണമാണ്. കാരണം ഈ സ്പൈസസിനൊക്കെ മണമാണല്ലോ. ഫിഗ്സ്, കാഷ്യൂനൊക്കെ എത്ര 800 രൂപ, ഇലാച്ചിക്ക് 4000, വാൾനട്ടിന് 1200. ഇതൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുന്നതാണല്ലോ നല്ലത്. ഇതൊന്നും പോകാൻ പോലും പറ്റില്ല. ഇത് നോക്ക്, ബ്ലോക്ക്, നടക്കാൻ പോലും സ്ഥലമില്ല. എങ്ങനെ ഈ സ്ഥലമൊക്കെ നമ്മൾ ബ്ലോഗ് ചെയ്യുമെന്ന് എനിക്കറിയാത്ത. കംപ്ലീറ്റ് സ്പൈസസ് ആണ്, ഐ മീൻ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. സ്പൈസസ് ഞാൻ കണ്ടിട്ടില്ല, എനിക്കൊന്ന് ഉള്ളിലേക്ക് വല്ലതായിരിക്കും. എല്ലാം ഇതുപോലെ നട്ട്സ്, കിലോ ടൺ കണക്കിനായിരിക്കും എനിക്കൊന്ന് ഒരു ദിവസം ഇവിടുത്തെ സെയിൽസ് നടക്കുന്നത്. അത്രയധികം തിരക്കാണ്. ഹോൾസെയിലാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് കയറ്റി വിടും, ലൈക്ക് പല സ്ഥലത്തേക്കും ഇന്ത്യയുടെ, അങ്ങനെയൊക്കെയാണെന്നാണ് തോന്നുന്നത്. വേണ്ട, കംപ്ലീറ്റ് ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സാണ്. കൂടുതൽ ഇതുപോലെ കണ്ടിരിക്കുന്ന ഈ മക്കാനയാണ്. ഭയങ്കര ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് അവർ മക്കാന വിൽക്കുന്നത്. കണ്ടോ, ആ സൈഡിൽ കംപ്ലീറ്റ് ഇതുപോലെ മാർക്കറ്റാണെന്ന് തോന്നുന്നത്, ഹോൾസെയിൽ പോലെ. ഈ സൈഡിലാണ് ഇതുപോലെ ഷോപ്സ് ഒക്കെ ഉള്ളത്. ഇവിടെ സൈക്കിൾ റിക്ഷ പോലും വരില്ല, നമ്മൾ നടക്കണം, അല്ലെങ്കിൽ ഇവരുടെ ബിസിനസ്സിൻ്റെ വണ്ടികൾ മാത്രമേ അകത്തേക്ക് വരുള്ളൂ. എന്നാലും കുറേ ടൂറിസ്റ്റും ലോക്കൽസും എല്ലാവരും വന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് കേട്ടോ, ഈ ഒരു തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും. അതാണ് എനിക്ക് മനസ്സിലാത്തത്. ഇവർക്ക് സൗകര്യമായിട്ട് വാങ്ങാൻ വരെ എത്ര സ്ഥലമുണ്ട്, എന്നാലും വലിയ ആ ഒരു എക്സ്പീരിയൻസോ ക്വാളിറ്റി എന്താണെന്നറിയില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷോപ്പ്, ഹരി സിംഗ് ആൻഡ് സൺസ്. നിങ്ങളിതുപോലെ നല്ല ഷോപ്പിൽ നിന്ന് മാത്രം ഇവിടുന്ന് വാങ്ങാനാണ് എന്നോട് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലത്തെ ഒരു ബ്രോക്കൺ വാൾനട്ട്, അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വില കുറഞ്ഞ് കിട്ടും ഇവിടെ. അത് 800 rupees ഉള്ളൂ. ഞങ്ങളെന്തായാലും ഇങ്ങനെ പൊടിച്ചാണ് ഒഴിക്കുന്നത്. സോ ഇതൊരു നല്ല ഓപ്ഷനാണ് തോന്നുന്നു വാങ്ങാനായിട്ട്. അങ്ങനെ ഞാൻ വാൾനട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, 1 കിലോ. അതിങ്ങനെ ഇവിടെ വരെ വന്നിട്ട് അതെങ്കിലും മുതലാക്കണ്ടേ. 1000 രൂപയേ ഉള്ളൂ. അത് പൊട്ടിയതൊന്നുമല്ല, ഞാൻ നല്ല ഫ്രഷ് പുതിയ ക്രോപ്പ് വന്നു എന്ന് പറഞ്ഞു. തിരക്കാവാൻ തുടങ്ങി, വേഗം കരീംസി പോവാം. അവിടുത്തെ എന്തായാലും ഒരു നാനും ഒരു നിഹാരിയും കൂടെ കഴിക്കാം. അതായിരിക്കും നമ്മുടെ ഹോപ്പ്ഫുള്ളി ഫൈനൽ സൈക്കിൾ റിക്ഷ ജേണി നേരെ കരീം ഹോട്ടലിലേക്ക്. അങ്ങോട്ട് സൈക്കിൾ റിക്ഷക്കാർ വല്ലതും വരുന്നില്ല, ഇനി അതിൻ്റെ കാരണം എന്താവോ. എന്തായാലും ഇവിടെ നമുക്ക് അധികമൊന്നും വ്ളോഗ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു 2-3 മണിക്കൂർ നിന്ന് കഴിയുമ്പോഴേക്കും എൻ്റെ കൂടെ ഫുഡും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണിക്കും. എന്തായാലും ഇതാണ് ഡൽഹി. അത് ചാന്ദി ചോക്ക് കൊണ്ട് വേൾഡ് ഫേമസ് ആണല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അവർ മാക്സിമം ഈ സ്ഥലം ബ്യൂട്ടിഫിക്കേഷനും പബ്ലിക് ടോയ്ലറ്റ്സും ഒക്കെ കൊടുത്ത് മെയിൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആൾക്കാരുടെ കയ്യിലിരിപ്പും കൂടെ നന്നായാലല്ലേ ഇതൊക്കെ അടിപൊളിയാക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ മാർക്കറ്റ് മറ്റേ ഡ്രസ്സ്, എസ്പെഷ്യലി വെഡിങ് ബ്രൈഡൽസ് ഇവിടെ ഭയങ്കര ഫേമസാണ്. സോ അതിൻ്റെ സാധനങ്ങൾ, അങ്ങനത്തെ ഡ്രസ്സും സൽവാറും ലഹങ്കാസും സഫാരി സൂട്ട്സും അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പാണ്, അല്ല ഏരിയാസാണ് ഇത് മൊത്തം. കോമൺ പേരാണ്, എസ്പെഷ്യലി പഞ്ചാബികളുടെ ലക്കി എന്ന് പറഞ്ഞാൽ കുറേ കടകൾ ഞാൻ കണ്ടു. ഇതൊക്കെ ഷോർട്ട് സർക്യൂട്ട് ആവില്ല ഇത്രയും വയർക്ക് ഇങ്ങനെ കിടന്നാൽ. മനസ്സിലാവും എന്താ ഇതൊരു ഇന്ത്യയിൽ ഒരു തവണ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം കേട്ടോ, ചാന്ദിനി ചോക്ക്. ഒന്നുമില്ല ഇവിടെ വെച്ച് ഇവർ നമ്മൾ വിചാരിക്കും വഴക്കടിക്കുമെന്ന്, പക്ഷെ അതല്ല. ഇവരുടെ ഈ എന്താ പറയുന്നത്, ഈ ഒച്ചവെക്കലുണ്ടല്ലോ, അതാണ് ഇവരുടെ ഹോണ്. ഇടയിൽ ഫുഡ് എല്ലാവരും ബേൽപൂരിയും പാനിപ്പൂരിയും ഒക്കെ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. വള പെട്ടി ഇല്ലാത്ത ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. കരിക്കും ഉണ്ടല്ലോ, കരിക്കിന് 70 രൂപ ഇവിടെ. എന്തായാലും അതായിരിക്കും ഏറ്റവും ഹൈജീനിക്കായി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് തോന്നുന്നു. എന്തോരം ലെഹങ്കാസാന്ന് നോക്ക്, ബേക്ക് നോക്ക്. ശരിക്കും ഒരു ഡിസൈനർ പൊട്ടിക്ക് വിട്ട് ഇതൊക്കെ ചിലപ്പോൾ ഒരു 30,000 രൂപയ്ക്കൊക്കെ പോവായിരിക്കും. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ജ്വല്ലറീസ്, വെഡ്ഡിങ് ജ്വല്ലറീസ് നോക്ക്. ഷോ എന്താ അല്ലേ,
എനിക്ക് ഭയങ്കര കേട്ടോ ഡൽഹി, വേറെ ലെവൽ. നമ്മൾ ബോംബെ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഡൽഹിയിലെ ചാർലി ചൗക്ക് ഒരു ഗ്ലോബൽ എന്താ പറയുന്നത് വണ്ടറാണിത്. നമ്മൾ വേറെ ഒരു മാർക്കറ്റിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. ജമാ മസ്ജിദിൻ്റെ അടുത്താണ് ഈ ഹോട്ടൽ വരുന്നത്. പക്ഷേ ഇത് ബുക്സ്, സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനത്തെ സാധനത്തിനൊക്കെ ഭയങ്കര ഫേമസാണ്. ആക്ച്വലി കുറേ ഈ പഴയ ബുക്സൊക്കെ ഇല്ലേ, നോവൽസും അങ്ങനത്തെ കോമിക്സ്, അതൊക്കെ കിട്ടും. അതല്ലാതെ പുതിയ ബുക്സും കിട്ടും, നമ്മുടെ സ്കൂൾ ബുക്സൊക്കെ എല്ലാം ഇതിൻ്റെ അകത്താണ്. ചാന്ദ്നി ചോക്ക്. ഞാൻ എന്തായാലും നടന്നു പോകുന്നതായിരിക്കും ബെറ്റർ. പുള്ളിക്ക് ഫുൾ പൈസ കൊടുത്തിട്ട് നമുക്ക് നടന്നു പോകാം, അല്ലെങ്കിൽ ഇപ്പോഴൊന്നും എത്തില്ല. ഒരുപാട് ടൈമായി, ഏകദേശം ഒരു 1 കിലോമീറ്റർ പോയപ്പോൾ ഒരു 30 മിനിറ്റിൻ്റെ അടുത്തായി ഈ വണ്ടി വന്നിട്ട്. ഇയാളെന്നെ ഇറക്കി വിട്ടില്ല കേട്ടോ, അയാൾക്ക് വിഷമം നടന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ. ഭാഗ്യത്തിൽ കുറച്ച് ബ്ലോക്ക് മാറി, പക്ഷെ എന്നാലും മൈക്ക് ശരിക്കും എനിക്കിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വോയിസ് എത്ര ക്ലിയറായി കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ മൈക്കില്ലാതെ വ്ളോഗ് ചെയ്യാന്ന് പറയുന്ന കാര്യം നടക്കില്ല. എൻ്റെ ഒക്കെ കൂടെയോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരുന്ന് ഫുഡും വിൽക്കുന്നുണ്ട് ഇത്രയും തിരക്കിൻ്റെ അകത്ത്. വെറുതെ അല്ല ഡൽഹി ബെല്ലി ഇത്രയും ഫേമസ്. ഇവിടെയുള്ള എല്ലാ ഐക്കോണിക് റെസ്റ്റോറൻറ്റ്സും ഇതുപോലത്തെ വളരെ ലോക്കൽ ഏരിയയിലാണ്. ഇത് ഞാൻ ഇന്നലെ രാത്രി വന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, ആ ഖുറേഷി കബാബ് കഴിക്കാൻ. എന്തായാലും എവിടെ നോക്കട്ടെ, നമ്മുടെ എന്താ കരീം. അധ്വാനിച്ച് ഞാൻ ഇതുവരെ കഴിക്കാൻ പോയിട്ടില്ല തോന്നുന്നു. ഇവിടെ നടക്കുന്ന തന്നെ ഒരു ടാസ്ക് ആട്ടാ. ഇതൊരു പാടൊന്നും നടക്കാൻ തന്നെ. എപ്പോൾ ഒന്ന് വണ്ടി ഇടിക്കും, എപ്പോൾ ആരും അവിടെ മേൽ തുപ്പും ഒന്നും അറിയില്ല. ഒരു ധൈര്യത്തോടെ നടക്കുക. ഇതൊക്കെ വളരെ പഴയ ഹോട്ടലായിരിക്കും, ബോംബെ ഒറിയൻ ഹോട്ടൽ. ഇതിൻ്റെ ഇടയിലാണ് കരീം ഹോട്ടൽ. എന്താ അല്ലേ, ഇതിൻ്റെ അകത്ത് അവർ ഫുൾ സെറ്റപ്പ് ചിലപ്പോൾ ചെയ്തും കാണും അല്ലേ. നമുക്ക് BBC വേൾഡ് ഗൈഡിൽ 94 വന്ന ഒരു സംഭവം. മീറ്റ് ഈറ്റേഴ്സ് കായി അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട്. പിന്നെ ഇതിനൊരു റെപ്യൂട്ടേഷൻ പറഞ്ഞാൽ വേറെ ലെവലാണ്. നല്ല നിഹാരി കിട്ടുമെന്ന് നോക്കട്ടെ. ഈ റെസ്റ്റോറൻറ്റും 1913 തുടങ്ങിയാണ്. സോ ഓൾമോസ്റ്റ് 110 ഇയേഴ്സ് ആയ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഏറ്റവും ഫേമസ് ഇവിടുത്തെ മുഗളി ഫുഡാണ്. ഞാൻ പക്ഷേ ട്രൈ ചെയ്യുന്നത് നിഹാരി എന്ന് പറയുന്ന അവരുടെ മട്ടൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. സോ കുറച്ച് സ്പൈസിയൊക്കെ ആയിട്ട് ഇവരുടെ ഒരു സ്പെഷ്യൽ തന്തൂരി റൊട്ടിയുണ്ട്, അതായിട്ട് ട്രൈ ചെയ്യാം. ഓൾവേസ് വന്നിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് കരീം. അങ്ങനെ ആ ഐക്കോണിക് സ്ഥലത്തിൻ്റെ ഒറിജിനൽ റെസ്റ്റോറൻറ്റ്, ഇവർക്ക് വേറെ ബ്രാഞ്ചസ് ഉണ്ടെന്ന് തോന്നുന്നു, ഒറിജിനൽ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ദി ഐക്കോണിക് തന്തൂരി റോട്ടി. എന്തൊരു കട്ടിയുള്ള റോട്ടി, ഇത് ഒരെണ്ണമൊക്കെ കഴിച്ചാൽ മതി കേട്ടോ. ഇൻ ദി ഐക്കോണിക് നിഹാരി. ആദ്യമേ ഇത് നന്നായി ഒന്ന് മുക്കി അതിൻ്റെ ഗ്രേവി മാത്രമായിട്ട് കഴിച്ചു നോക്കാവേ. ആഹാ, ഇതമ്മോ ബട്ടറാന്ന് തോന്നുന്നു. ഇതിൽ മൊത്തം ബട്ടറിൻ്റെ ടേസ്റ്റും കുറച്ച് മുളകും, ഹെവി സ്പൈസസ് ഒന്നുമല്ല. ഒരു മട്ടിച്ച് തല അടിച്ചു ഇതിൻ്റെ ഗ്രേവി കഴിച്ചു കഴിഞ്ഞാൽ, അത്രയും റിച്ച്. ഒരു മട്ടൻ പീസ് എടുക്കട്ടെ. ഭയങ്കര ചൂട്. ഒരു മട്ടൻ നോക്കട്ടെ. ഓഹ്, തൊടുന്നതിന് മുമ്പ് ഇതേ പൊളിഞ്ഞു വരുവാണ്. എൻ്റെ അമ്മോ, ഓ നോക്ക്, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് ടു റിച്ച്. നമ്മൾ ശീലമില്ലല്ലോ നമുക്ക് ഇത്രയും ഹെവി ഫുഡ് കഴിച്ച്. മീറ്റൊക്കെ എത്ര വേണമെങ്കിലും കഴിക്കാം, പക്ഷേ ഇത്രയും എന്താ പറയുന്നത് ഗീയും ബട്ടറും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവമായി. ഒരു മുളകിൻ്റെ കഷ്ണവും കിട്ടി, ഈ ഗ്രേവിയിലും കൂടെ ഒന്ന് മുക്കട്ടെ. ഓ, എന്ത് ഭംഗിയല്ല ഫുഡ് ശരിക്കും കാണാനായിട്ട് തന്നെ. ഹെവൻ. ഞാൻ പോയ എല്ലാ സ്ഥലവും ഇതിനെക്കാട്ടി ബെറ്റർ ചിലപ്പോൾ കാണുമായിരിക്കും, പക്ഷേ ഹൈപ്പിനൊത്ത തിരക്കും ഫുഡും അടിപൊളി. ഇപ്പോഴത്തെ മട്ടൻ കഴിച്ചു ചൂടാണെങ്കിലും പൊളിഞ്ഞു വരുന്നു. പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ താഴെ വീഴും, അലുവ പോലെ. ലിറ്ററലി അലുവയുടെ ടെക്സ്ചറാണ് മട്ടൻ്റെ. ഗൈസ്, അങ്ങനെ വിചാരിച്ച എല്ലാ സ്ഥലവും എനിക്ക് പോയി ചെയ്യാൻ പറ്റും. പൊറോട്ട വാല സ്ട്രീറ്റിൽ പോകണമെന്നുണ്ടായിരുന്നു, ജിലേബി, ലസ്സി, പിന്നെ ഒരു ദൈബല്ല എന്ന് പറഞ്ഞ സാധനം കഴിക്കണം എന്തായാലും, അത് വേറൊരു ദിവസം കഴിക്കാമല്ലോ. പിന്നെ കരീംസ്, ഇതെല്ലാം ട്രൈ ചെയ്തു. കബാബ് ഇന്നലെ രാത്രി ട്രൈ ചെയ്തു. സോ ഇന്നത്തെ ഫുഡ് വ്ളോഗ് നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ചാന്ദ്നി ചോക്കിൻ്റെ ഒരു വളരെ റോ ആൻഡ് ഒത്തൻറ്റിക് വ്ളോഗാണ് നിങ്ങൾ കണ്ടത്. ഒരു ഗ്ലാമറസും ഒരു എസ്തെറ്റിക്സും ഇല്ലാതെ. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. നാളെ വേറൊരു നല്ല വ്ളോഗിൽ കാണാം. ഡൽഹി വ്ളോഗ്സിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെയാണോ പ്രിഫർ ചെയ്യുന്നത്, അതോ കൂടുതൽ എസ്തെറ്റിക്സ്, സ്ലോ മോഷൻ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ടാണോ പ്രിഫർ ചെയ്യുന്നതുള്ളത്? സോ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.